എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എവിടെയെങ്കിലും പരാജയപ്പെട്ടവർ അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ കരിയറിലുള്ള വീഴ്ചയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് തിരുത്താനോ ഉള്ള അർഹതയുണ്ടോ, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നിട്ട് സാധാരണ ആൾക്കാർ പറയും, ആദ്യം അവനവൻ നന്നായിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരട്ടെ, അല്ലെങ്കിൽ ആദ്യം സ്വന്തം തെറ്റുകളോ അല്ലെങ്കിൽ സ്വന്തം പ്രശ്നങ്ങളോ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരട്ടെ എന്നിങ്ങനെ അവരെ താഴ്ത്തിക്കെട്ടി പറയാറുണ്ട്. ഈ ഒരു കാര്യത്തിലുള്ള ഒരു ഉത്തരം തരാനായിട്ട് ഉത്തരകാശിയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള സന്യാസി, അദ്ദേഹം പ്രഭാഷണ പരമ്പര ഭക്തജനങ്ങൾക്കായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ആഴ്ചയിൽ ഒരിക്കലും മറ്റും ഇങ്ങനെ പ്രഭാഷണം കേൾക്കാൻ അനുവാദം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു സംശയം ഏതോ ഒരു അവസരത്തിൽ ഒരു ആൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ സന്യാസി പറഞ്ഞ മറുപടി ഒരു ചെറിയ കഥയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ ചുരുക്കി നിങ്ങളോടും പറയാം. അതായത്, ഒരു മനുഷ്യൻ ഒരു യാത്ര പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ വഴുതി ഒരു വലിയ കുഴിയിലേക്ക് വീണു. ആ നടപ്പാതയിൽ തന്നെയാണ് ഈ കുഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വലിയധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ കാട്ടുവള്ളിയിലൊക്കെ പിടിച്ച് കയറി അദ്ദേഹം രക്ഷപ്പെട്ടു. അതിൽ പിന്നെ അദ്ദേഹം ആര് ആ വഴിയെ പോയാലും അവരോട് പറയും, ഈ കുഴിയുടെ കാര്യം പറയും, ഇയാൾ വീണതാണെന്ന് ആദ്യം തന്നെ പറയും. അപ്പോൾ പലരും പറയാറുള്ള ഒരു കാര്യമാണ്, അയാൾ വീണത് അയാളുടെ പിടിപ്പുകൾ കൊണ്ടാണ്. അയാൾ ആദ്യം സ്വന്തം കാര്യം നോക്കട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തിനാണ് ഉപദേശിക്കാൻ വരുന്നത്, അയാൾ വീണെന്ന് കരുതി എല്ലാവരും കുഴിയിൽ വീഴുമോ, ഇങ്ങനെ പല കാര്യങ്ങളും അയാളോട് ചിലപ്പോൾ എല്ലാവരുമല്ല, ചിലരൊക്കെ എതിർത്ത് ചോദ്യം ചോദിക്കാനും തുടങ്ങിയായിരുന്നു. അതുതന്നെയല്ല, അയാളെ പുച്ഛത്തോടെ, ഈ വാണിംഗ് തരുന്നത് കൊണ്ട് തന്നെ അയാളെ പുച്ഛത്തോടെ മറ്റുള്ളവർ സമീപിക്കാനും തുടങ്ങി. അപ്പോൾ ഗുരു പറഞ്ഞു, യഥാർത്ഥത്തിൽ അയാൾക്ക് പറ്റിയ വീഴ്ച മറ്റൊരാൾക്ക് പറ്റരുത് എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. ആൾക്കാർ പുച്ഛിച്ചിട്ടും അയാൾ ആ കാര്യം തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ആ വീഴ്ച അനുഭവിച്ചത് ആരാണ്? ഈ മനുഷ്യനാണ്. അയാൾ ആ മരണത്തെ മുഖാമുഖം കണ്ട രീതിയിൽ അയാൾക്ക് പരിക്കുകളൊക്കെ പറ്റുകയുണ്ടായി. അയാൾ വീണിട്ട് കാട്ടുവള്ളിയിൽ പിടിച്ച് കയറി രക്ഷപ്പെട്ടു. എങ്കിലും മറ്റൊരാളുടെ മരണത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയ്ക്കോ കാരണമാകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് ആ വഴിയെ പോകുന്നവരൊരു മുന്നൊരുക്കം നടത്തണം എന്നുള്ളതാണ് അയാളുടെ വാണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾ വീണു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഉപദേശിക്കാൻ അർഹതയില്ല എന്ന് പറയരുത്. കാരണം എപ്പോഴും ഒരു കാര്യം, ഒരു പരാജയമോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ അനുഭവിക്കുന്ന ആളിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ആഴം അറിയാൻ പറ്റുന്നത്. അതായത് നാം എപ്പോഴും ഓർക്കണം, ഒരു ദുർബലനായിട്ട് നമുക്ക് തോന്നുന്ന ആൾ, അയാൾക്കൊരു വീഴ്ച വന്നിട്ടാണ് അയാൾ ദുർബലനായതെങ്കിൽ നമുക്ക് ആ വീഴ്ച വരാതിരിക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഓരോ ആൾക്കും ജീവിതത്തിൽ എല്ലാ വഴിയിലൂടെയും പോയിട്ട് ഓരോ കുഴിയിൽ വീഴാനും എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് വരാനും ഒന്നും നമുക്ക് സമയമില്ല. അപ്പോൾ മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ പരാജയങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നമ്മൾ ആ പരാജയത്തിലേക്കോ അല്ലെങ്കിൽ ആ പടുകുഴിയിലേക്കോ വീഴാതെ മാറി നടക്കുക എന്നുള്ള ഒരു മുന്നൊരുക്കം നമുക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഉപദേശിക്കാൻ വരുന്നവരോ നിർദ്ദേശം തരാൻ വരുന്നവരോ അവരുടെ യോഗ്യത നാം അളക്കാൻ പോകരുത്. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് തീവ്രമായിട്ടുള്ള പലതരം ഉൾക്കാഴ്ചയും കിട്ടിയെന്നിരിക്കും. അപ്പോൾ ആളിൻ്റെ ജോലിയോ മഹത്വമോ അല്ലെങ്കിൽ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതൊന്നും ചില അവസരങ്ങളിൽ ഇതൊന്നും ബാധകമല്ല. നമ്മെ ഒരു നിസ്സാരനായ ഒരാളിൻ്റെ ഒരു വാക്ക് മതി നമുക്ക് വളരെയധികം ഹെൽപ്പായിട്ട് വരാൻ. അപ്പോൾ നാം ആരെയും ചെറുതാക്കാതിരിക്കുക. ചെറിയ ഒരാളെന്ന് നമുക്ക് തോന്നുന്ന ആളാണെങ്കിലും അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ.